പേരുകെട്ട വമ്പൻ ബാറ്റർമാർ പരാജയപ്പെട്ട പിച്ചിൽ ഓസീസിന്റെ കനത്ത ബോളിംഗ് ആക്രമണത്തെ ചങ്കറുപ്പോടെ നേരിട്ട റെഡ്ഡിയുടെ കന്നി സെഞ്ചുറിയും വാഷിംഗ്ടൺ സുന്ദറിന്റെ 4ാം അർദ്ധ സെഞ്ചുറിയും കൂടി ചേർന്നതോടെ ഇന്ത്യ തകർച്ച ഒഴിവാക്കി. ഫോളോ ഓൺ ഭീഷണി നേരിട്ട ഇന്ത്യയെ 8ാം വിക്കറ്റിൽ തകർപ്പൻ സെഞ്ചുറി കൂട്ടുകെട്ടുമായാണ് നിതീഷ് റെഡ്ഡി വാഷിംഗ്ടൺ സുന്ദർ സഖ്യം കരകയറ്റിയത്. 285 പന്തുകൾ നേരിട്ട റെഡ്ഡി സുന്ദർ സഖ്യം 127 റൺസാണ് കൂട്ടിച്ചേർത്തത്. കഴിഞ്ഞ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ഷർദുൽ താക്കൂർ വാഷിംഗ്ടൺ സുന്ദറും ചേർന്നുയർത്തിയ കൂട്ടുകെട്ടിനെ അനുസ്മരിപ്പിക്കുന്ന പ്രകടനമായിരുന്നു ഇന്ന് നിതീഷും സുന്ദറും ചേർന്ന് മെൽബണിൽ പുറത്തെടുത്തത്. 2021 ജനുവരി 17 യുവ ഇന്ത്യൻ ബൌളിംഗ് ഓൾറൗണ്ടർമാരായ വാഷിംഗ്ടൺ സുന്ദറും ഷർദുൽ താക്കൂറും 217 പന്തിൽ 7ാം വിക്കറ്റിൽ 123 റൺസിന്റെ റെക്കോർഡ് കൂട്ടുകെട്ടുണ്ടാക്കി. ഓസ്ട്രേലിയക്കെതിരായ 4ാം ടെസ്റ്റിന്റെ 4ാം ദിവസം ഗാബയിൽ ഇന്ത്യയുടെ തിരിച്ചുവരവ് സ്ഥാപിക്കുകയായിരുന്നു. 2ാം സെക്ഷനിൽ ടീം 186-6 എന്ന നിലയിൽ പൊരുതിക്കൊണ്ടിരുന്നപ്പോഴാണ് താക്കൂർ സുന്ദർ സഖ്യം കളിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത്. കൂടാതെ ഓസ്ട്രേലിയ വ്യക്തമായ ലീഡിൽ മുന്നിലുമായിരുന്നു. എന്നാൽ മറുവശത്ത് താക്കൂറിനും സുന്ദറിനും മറ്റു പദ്ധതികൾ ഉണ്ടായിരുന്നു. പാറ്റ് കമ്മിൻസിന്റെ പന്തിൽ ഒരു സിക്സറും അതേ ഓവറിൽ മിഡോണിലൂടെ മികച്ച ഡ്രൈവും നേടി സുന്ദർ ടെസ്റ്റ് അരങ്ങേറ്റം കുറിച്ചു. താക്കൂറിനും സുന്ദറിനും ലഭിച്ച സ്വപ്നതുല്യമായ വരവ് ഇരുവരും പരമാവധി ഉപയോഗപ്പെടുത്തി. ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ നെറ്റ് ബോളർമാരായി ടീമിനൊപ്പമെത്തിയ ഇവർക്ക് അപ്രതീക്ഷിതമായാണ് ടെസ്റ്റ് ടീമിൽ ഇടം ലഭിച്ചത്. പ്രമുഖ താരങ്ങൾക്ക് പരിക്കേറ്റതോടെ ഗത്യന്തരമില്ലാതെയാണ് ഇന്ത്യ താക്കൂറിന് നീണ്ടകാലത്തെ ഇടവേളയ്ക്ക് ശേഷം ടെസ്റ്റ് ടീമിൽ ഇടം നൽകിയത്. വാഷിംഗ്ടൺ സുന്ദറിന്റെ അരങ്ങേറ്റത്തിന് അവസരം കിട്ടിയതും അങ്ങനെ തന്നെയായിരുന്നു. 1ാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ 369 റൺസിന് പുറത്താകുമ്പോൾ കൂടുതൽ വിക്കറ്റ് വീഴുന്ന കൂട്ടത്തിലും ഇരുവരും ഇടം പിടിച്ചു. കൂട്ടുകെട്ട് തകർച്ചയ്ക്കിടെ ക്രീസിൽ ഒരുമിച്ച് ഇരുവരും ഓസീസ് ആക്രമണത്തെ പ്രതിരോധിച്ച് ക്രീസിൽ നിന്നു. പുതുമുഖവും ഒരു ടെസ്റ്റിന്റെ പരിചയസമ്പത്തുമുള്ള 2 താരങ്ങൾ മൃഗീയമായ ലീഡിൽ നിന്നാണ് അന്ന് ഇന്ത്യയെ രക്ഷിച്ചത്. 67 റൺസോടെ താക്കൂർ ഇന്ത്യയുടെ ടോപ്പ് സ്കോററായി മാറി. അരങ്ങേറ്റ ടെസ്റ്റ് കളിച്ച് സുന്ദറാവട്ടെ 62 റൺസും എടുത്തിരുന്നു. അരങ്ങേറ്റത്തിൽ അർദ്ധ സെഞ്ചുറിയും 3 വിക്കറ്റും നേടുന്ന 2ാമത്തെ മാത്രം ഇന്ത്യൻ താരമായി വാഷിംഗ്ടൺ സുന്ദർ മാറുകയും ചെയ്തു. അതേസമയം ഇന്ന് നിതീഷും വാഷിംഗ്ടൺ സുന്ദറും ചേർന്നുള്ള 8ാം വിക്കറ്റ് കൂട്ടുകെട്ടാണ് ഇന്ത്യയെ 1ാം ഇന്നിംഗ്സിൽ നാണക്കേടിൽ നിന്നും രക്ഷിച്ചത്. ഓസ്ട്രേലിയൻ ബൌളർമാരെ ഇരുവരും ആത്മവിശ്വാസത്തോടെ നേരിടുന്നതാണ് മെൽബണിൽ കണ്ടത്. ഈ പരമ്പരയിൽ ഇന്ത്യയുടെ മികച്ച ബാറ്റർമാരിൽ ഒരാളായ നിതീഷ് റെഡ്ഡി ആധികാരികമായാണ് ബാറ്റ് വീശിയത്. സുന്ദർ മുറച്ച പ്രതിരോധവുമായി നിതീഷിന് മികച്ച കൂട്ടാളിയായി. ഇരുവരുടെയും മികവിൽ ഇന്ത്യ മറ്റൊരു തകർച്ചയിൽ നിന്ന് കരകയറി. ഇന്ത്യൻ സ്കോർ 348-എത്തിയപ്പോൾ 50 റൺസ് എടുത്ത സുന്ദറിന്റെ വിക്കറ്റ് ടീമിന് നഷ്ടമായി. 3ാം ദിനം കളി നിർത്തുമ്പോൾ നിതീഷ് 105 റൺസ് നേടി ക്രീസിലുണ്ട്. ഇന്ത്യ 9 വിക്കറ്റ് നഷ്ടത്തിൽ 358 എന്ന നിലയിലാണ്.